വെറും ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. എളുപ്പത്തിൽ നിങ്ങൾക്ക് പുതിന അതുപോലെ മല്ലിയിലൊക്കെ അത്യാവശ്യമാണ് അല്ലേ. ഇനി മല്ലിയാണെങ്കിലും പുതിനയാണെങ്കിലും വീട്ടിൽ പിടിക്കുന്നില്ല എന്ന് പരാതി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും പറയരുത് കേട്ടോ. കാരണം അത്രയും വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എളുപ്പമാണ്, ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യമൊക്കെ ഒന്നും റെഡി ആവൂല, എന്നാലും വീണ്ടും നിങ്ങളൊന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡി ആവും കേട്ടോ. കാരണം ഈ ഒരു പുതിനൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാറായിരുന്നു കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതാ വീട്ടിൽ ഇപ്പൊ ചട്ടിയിലാണെങ്കിലും ചാക്കിലാണെങ്കിലും കാണുന്നിടത്തും എല്ലാം ഈ പുതിനയും മല്ലിച്ചപ്പും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും വീട്ടിൽ നല്ല ഉഷാറായിട്ട് തന്നെ വളർത്തിയെടുക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പുതിന നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ കടയിൽ നിന്ന് നിങ്ങൾ കറിക്ക് വാങ്ങുമല്ലോ, അതായാലും മതി കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഉള്ളതെങ്കിൽ അതെടുക്കുക. അല്ല നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പൊ ഇത് പറഞ്ഞാല് എനിക്ക് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ എടുക്കുന്നത്. അപ്പൊ കടയത്തെ ഞാൻ പറയാം, കടയത്തെ നിങ്ങൾക്ക് എടുക്കുക. അപ്പൊ എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഒന്നും നിങ്ങൾ പ്രത്യേകിച്ച് വേരുള്ളതോ ഒന്നും വേണ്ട. സാധാ നിങ്ങൾ കറിക്ക് എടുക്കുന്ന ചുമ്മാ ഉള്ള കമ്പ് മാത്രം മതി കേട്ടോ. അപ്പൊ ഞാനിതാ ഇത് ഇങ്ങനൊരു കമ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എടുത്ത് ഈ ഒരു കമ്പ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ ഇലകൾ മൊത്തം കട്ട് ചെയ്ത് മാറ്റുക. ഒറ്റ ഇലയും വേണ്ട കേട്ടോ. ഇനി സമാധാനത്തിന് ഒരു ഇലയൊക്കെ വെക്കുകയാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ഇലയും വേണ്ട, ഒരു പ്രശ്നമില്ല, വാടിപ്പോവോ ഉണങ്ങിപ്പോവോ ഒന്നുമില്ല. അപ്പൊ ഞാനിതാ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഇതിന്റെ അടിവശത്തുള്ള കമ്പുകളും എല്ലാം കട്ട് ചെയ്ത് കണ്ടോ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിന്റെ നോട് ആ ഒരു മൊട്ട് പോലെ നിൽക്കുമല്ലോ, അതിന്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചെരിച്ചോ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കമ്പുകളൊക്കെ ഞാനിതാ ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് വളഞ്ഞു നിൽക്കുന്ന കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ നട്ടാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള കമ്പൊക്കെ കൊണ്ട് മാറ്റിയിട്ട് നല്ല ഇലകൾ ഇപ്പോൾ ഓവറായിട്ടുള്ള ഇലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് കറിക്കും ഇതിനൊക്കെ എടുത്ത് നമ്മുടെ ആ ഒരു കമ്പ് മാത്രം മതി കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇലയൊക്കെ ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു കമ്പ് മാത്രം ഇതുപോലെ വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോട്ടി മിക്സ് നമുക്ക് മസ്റ്റ് ആണ് അല്ലേ. ഇപ്പോൾ പോട്ടി മിക്സ് ഇല്ലാതെ വെള്ളത്തിലാണെങ്കിലും നമ്മൾ വേര് വരുത്തുന്ന വീഡിയോ ഒക്കെ തെർമോക്കോളിൽ കുത്തി വെച്ചിട്ടാണെങ്കിലും അതുപോലെ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ മണ്ണിൽ നടുന്നതാണ് ഒന്ന് കാണിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് കമ്പോസ്റ്റ് ആണ്. ഇപ്പോൾ കമ്പോസ്റ്റ് നമ്മൾ പറമ്പിൽ ഇതുപോലെ ഇപ്പോൾ ഡെയിലിയുള്ള കിച്ചൺ വേസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് വലിയൊരു കുഴി കുത്തിയിട്ട് അതിലേക്ക് ഡെയിലിയുള്ള കിച്ചൺ വേസ്റ്റ് ഇടും. എന്നിട്ട് മണ്ണിടും, പിന്നെയും പിറ്റേ ദിവസം കിച്ചൺ വേസ്റ്റ് ഇടും, പിന്നെയും മണ്ണിടും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കമ്പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ ഒരു 50-60 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ആവും. നമ്മുടെ ആവശ്യത്തിനുള്ള വളം നമുക്ക് കിട്ടും ചെയ്യും. വേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ അലസമായിട്ട് അവിടെ ഇവിടെ എറിഞ്ഞ് കളയണ്ട. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാനിതാ ഇതേപോലെ പൊടി മിക്സ് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഞാൻ ആ കല്ലും കട്ടിയും, കാരണം പറമ്പിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കട്ടിയും കല്ലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് പെറുക്കി അത് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു പോട്ടി മിക്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. കാരണം നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്ന മണ്ണാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു NPK ആണ്. നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ചാണകപ്പൊടിയോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കിച്ചൺ വേസ്റ്റിൻ്റെ ഈ വളം മാത്രം മതി. അപ്പോൾ അതാ ഇത് നമ്മൾ നന്നായിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമ്മുടെ കമ്പുകൾ ഇതാ ഓരോ കമ്പുകളും ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ പുതിന ചെടിയായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ ഇതേപോലെ ചോട്ടിലൊക്കെ ഇച്ചിരി കമ്പോസ്റ്റൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുത്തതാണ്. ഇത് ഞാൻ പറഞ്ഞു ഈ ഒരു പാത്രത്തിൽ മാത്രമല്ല ഒരുപാടുണ്ട് കേട്ടോ പുതിന. കാരണം അത്രയും ഇപ്പം കാട് പോലെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ നിങ്ങൾ ഇന്ന് ഇപ്പം നട്ട ആ ദിവസം നല്ലതുപോലെ നനച്ച് കൊടുക്കുക. പിന്നീട് നനച്ച് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. കാരണം ഇത് ഡെയിലി നനയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടന്ന് അടച്ച് മൂടി വെക്കുകയാണെങ്കിൽ നമുക്കൊരു 10-20 ദിവസം ആകുമ്പോഴേക്ക് ശരിക്കും പുതിന അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഫ്രഷ് ആയിട്ട് പിടിച്ചു വേരൊക്കെ വന്ന് റെഡിയായി നിൽക്കും ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ മാറ്റാം കേട്ടോ. ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്
നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ മാറ്റാം. അതുവരെ നിങ്ങൾ നനയ്ക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെടി ഉണങ്ങി പോവില്ല എന്ന്. ഉണങ്ങിയൊന്നും പോവില്ല. കാരണം ആ ഒരു നമ്മുടെ പോട്ടിലേക്ക് ആവശ്യമുള്ള, നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിൽ നിന്ന് ഈർപ്പായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഉഷാറായിട്ട് ഫ്രഷ് ആയിട്ട് നിൽക്കും. നല്ലോണം തളിർപ്പൊക്കെ വരും. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ചോട്ടിൽ വേണമെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ വിതറിയാണ്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പുതിന വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. യാതൊരു പരിചരണമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്ലാസ്റ്റിക് കവർ വെച്ച് അങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല, പുതിന മാത്രമല്ല, നമ്മുടെ റോസ കമ്പ്, അങ്ങനെ ചെടികളെ കമ്പുകളൊക്കെ പെട്ടെന്ന് വേര് പിടിക്കാനും ഈ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.